സ്ഫെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങളുടെ അകത്തുനിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് എന്ത്? റേ ഡയഗ്രാംസും അതേപോലെ തന്നെ ഇമേജ് ഫോർമേഷൻസും അല്ലെ, രേഖാചിത്രവും അതേപോലെ തന്നെ അതിന്റെ പ്രതിബിംബ രൂപീകരണത്തിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത് നന്നായിട്ട് അറിഞ്ഞു വെക്കുക എന്നുള്ളത് നിർബന്ധം. ഓക്കെ, റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 4 റൂളുകളാണ്. അത് ഏതൊക്കെയാ? ഒന്ന്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പോകും. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുമ്പോൾ എഫിലൂടെ തിരിച്ചു പോകും അല്ലെ. ഇനി എഫിലൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിലോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോകും. 2 റൂൾസ് ആയി. മൂന്നാമത്തേത് എന്താ? സിയിലൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിയിലൂടെ തന്നെ തിരിച്ചു പോകും, മൂന്നാമത്തെ റൂള്. നാലാമത്തെ എന്താ? കുത്തനെ വന്നിട്ട് ഇടിക്കുകയാണെങ്കിൽ കുത്തനെ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോകും അല്ലെ. ഒബ്ലിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്ലിക് ആയിട്ട് തന്നെ തിരിച്ചു പോകും. ഈ 4 റൂൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? കറക്റ്റ് പൊസിഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വരയ്ക്കുക? മിറർ വരയ്ക്കുക. മിറർ വരയ്ക്കുമ്പോൾ നമുക്ക് അധികവും ഇമേജ് ഫോർമേഷൻ ചോദിക്കുക കോൺകേവിന്റെ അകത്താണ്. കാരണം കോൺവെക്സിൽ ആകെ ഒരൊറ്റ കേസ് അല്ലേ ഉള്ളൂ. ഒട്ടുമിക്ക കേസുകളിലും നമ്മളോട് ചോദിക്കുക കോൺകേവിൻ്റെതായിരിക്കും. അപ്പൊ ഏത് മിറർ ആണെങ്കിലും, കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും നിങ്ങൾ എന്ത് വരയ്ക്കാം? മിറർ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദർപ്പണം വരയ്ക്കാം. വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കെയിലിൽ നിന്ന് ഒരു 6 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. അതായത് നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കുന്നു? മിറർ അഥവാ ദർപ്പണം വരയ്ക്കുന്നു. എന്നിട്ട് നിങ്ങൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. ഓക്കെ, അഥവാ മുഖ്യ അക്ഷം വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ പി മാർക്ക് ചെയ്യുക, അതായത് മിററിന്റെ സെന്റർ, ദർപ്പണത്തിന്റെ മധ്യഭാഗം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നും നിങ്ങൾ ഒരു 6 സെന്റിമീറ്ററിൽ എന്ത് മാർക്ക് ചെയ്യുക? നമ്മൾ സി കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഒരു 3 സെന്റിമീറ്ററിൽ ആരെ കൊടുക്കുക? എഫിനെ കൊടുക്കുക. കാരണം ഇതും 3 ആയിരിക്കണം, ഇതും 3 ആയിരിക്കണം. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ വരയ്ക്കുന്ന റൂൾസും ശരിയാണെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ഓക്കെ, സോ പറയുന്ന അതേ പൊസിഷനിൽ നമുക്ക് 6 കേസസ് ആണുള്ളത്. ഒന്ന് ഇൻഫിനിറ്റി അഥവാ അനന്തതയിൽ വെക്കുമ്പോൾ, അപ്പൊ ഇവിടെ നമ്മൾ വെക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. നിങ്ങൾക്ക് നേരെ പോയിട്ട് തിരിച്ചു വരുന്ന വരയ്ക്കാം, വേണമെങ്കിൽ അതിലൂടെ പോയിട്ട് ഇങ്ങനെ വരുന്ന വരയ്ക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇൻഫിനിറ്റി, അനന്തതയിലാണെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. കാരണം ഇൻഫിനിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ അനന്തതയിൽ നിന്നും വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തുനിന്ന് വരുന്ന ലൈറ്റ് റേസ് മൊത്തം ഇവിടേക്ക് എത്തുമ്പോൾ എന്തായിട്ട് മാറും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് മാറും, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് മാറും. അതുകൊണ്ട് ഇൻഫിനിറ്റിന്റെ കേസിൽ മാത്രം നമ്മൾ നേരെയുള്ളത് മാത്രമേ വരയ്ക്കാറുള്ളൂ. ഓക്കെ, ഇനി പിന്നെ ഉണ്ടാവുക ബിയോണ്ട് സി അഥവാ സിക്ക് അപ്പുറമാണ്. സിക്ക് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം സിയുടെ അപ്പുറത്തേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഏതെങ്കിലും 2 എണ്ണം വരച്ചാൽ മതി, ഒരുപാടൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരയ്ക്കുന്ന മിറർ ഇല്ലേ, അതിന്റെ വളവ് ഏകദേശം കറക്റ്റ് ആയിട്ട് മാറണം. വേണമെങ്കിൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് ആണെങ്കിൽ കയ്യിൽ വളയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കറക്റ്റ് അങ്ങനെ വരയ്ക്കാം. ബോയ്സിന് വേണമെങ്കിൽ നിങ്ങളുടെ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? മിറർ വരച്ചാൽ മതി കേട്ടോ. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി സീലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സീല് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീല് തന്നെയാണ് എന്ത് കിട്ടുന്നത്? ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം കിട്ടുന്നത്. മാത്രമല്ല നമുക്ക് സെയിം സൈസാണ്, അതായത് ഒരേ വലുപ്പത്തിലാണ് നമുക്ക് കിട്ടുക. ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് സെയിം സൈസിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചാലാണ് സെയിം സൈസിൽ കിട്ടുക, സെയിം സൈസ് ആണെങ്കിൽ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ പല രീതിയിൽ ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്റെ എഫിന്റെ ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് എവിടെ കിട്ടും? സിയുടെ അപ്പുറം കിട്ടും. അതേപോലെ തന്നെ എഫിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഫിനിറ്റി അഥവാ അനന്തതയിൽ കിട്ടും. ലാസ്റ്റ് ഈ കേസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കോൺകേവ് മിററിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ 5 കേസിലും നമുക്ക് കിട്ടുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതായത് യഥാർത്ഥവും തല കീഴായതുമായിട്ടുള്ള ഇമേജുകളാണ് നമുക്ക് ആദ്യത്തെ 5ലും കിട്ടുന്നത്. ഒരൊറ്റ കേസിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് അഥവാ മിഥ്യയും നിവർന്നതുമായിട്ടുള്ള ഇമേജ് കിട്ടുന്നുള്ളൂ. അപ്പം ആദ്യത്തെ 5ഉം റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ലാസ്റ്റ് ഒരൊറ്റ കേസിൽ മാത്രമേ വെർച്വൽ ആൻഡ് ഇറക്റ്റ് കിട്ടുന്നുള്ളൂ. അത് ഈ ഒരു കേസാണ്. അപ്പൊ ഇതും എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് മിക്കവാറും വരയ്ക്കാനൊക്കെ ചോദിക്കുന്നുണ്ടാവുക ഇതായിരിക്കും. പിന്റെ എഫിന്റെ ഇടയിലുള്ളതായിരിക്കും വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടാവുക. അതൊന്ന് വരച്ചെന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് പഠിക്കാൻ, അതായത് ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇത് നിങ്ങളോട് ചോദിക്കും, എടാ മക്കളെ നമ്മൾ ഇൻഫിനിറ്റിയിൽ അല്ലെങ്കിൽ അനന്തതയിലാണ് വെച്ചത്, എവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ വലിപ്പം എന്തായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദ്യം വരിക. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നമുക്കുള്ളത് 6 സ്ഥലങ്ങളാണ് വെക്കാൻ. ഓക്കെ, 6 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഇൻഫിനിറ്റി, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഓക്കെ, ഇതിന് ഞാൻ ചെറിയൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മിറർ. റെഡി? ഇത് നമ്മളുടെ മിററാണ്, ഇത് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ്.
മുഖ്യാക്ഷരം. അപ്പൊ ഞാനിവിടെ എഫ് കൊടുക്കുന്നു, ഇവിടെ ഞാൻ സി കൊടുക്കുന്നു. നമുക്ക് എത്ര പൊസിഷൻസ് ഉണ്ട് വെക്കാന്? ഒന്ന് ഇൻഫിനിറ്റി ആണല്ലോ, ഒന്ന് സിക്കപ്പുറം, അത് ഞാൻ 2 കൊടുത്തു. പിന്നെ ഒന്ന് സിയിലാണ്, അപ്പൊ നമ്പർ 3. സിന്റെ എഫിന്റെ ഇടയിൽ നമ്പർ 4. ഓക്കെ, എഫിന്റെ പിന്റെ ഇടയിൽ നമ്പർ 5. സോറി, എഫിന്റെ പിന്റെ ഇടയിലല്ല, എഫില് നമ്പർ 5. പിന്നെ ലാസ്റ്റത്തെ കേസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ആദ്യത്തെ 5ന്റെ അകത്ത് മാത്രമേ മിസ് ഒരു ഷോർട്ട് കട്ട് പറയുന്നുള്ളൂ. ഇത് 1 മാർക്കിന് വേണ്ടി ഉപയോഗിക്കാനുള്ള മാത്രമാണ്. അതായത് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ എവിടെ കിട്ടും, സി ആൻഡ് എഫിന്റെ ഇടയിൽ വെച്ചാൽ എവിടെ കിട്ടും എന്നുള്ളതും അറിയാൻ വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷനിൽ ഇവിടുന്ന് അങ്ങോട്ട്, ഇടത്തുനിന്ന് അങ്ങോട്ട് 1 2 3 4 5 ഇടുക. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇനി നമ്പർ ഇടുക. അതായത് 5ന്റെ താഴെ 1, 4ന്റെ താഴെ 2, 3, 4, 5. ഇതെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക, ഇതാണ് നിങ്ങളുടെ ഇമേജ് കിട്ടുന്ന സ്ഥലം. ഓക്കെ, അതായത് ഒബ്ജക്റ്റിന്റെ നമ്പർ 1 ആണെങ്കിൽ ഇമേജ് അപ്പുറത്ത് എവിടെയാണ് 1 വരുന്നത് നോക്കാം. അതായത് ഇപ്പൊ ഇവിടെ 1 ഏതാ, ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇൻഫിനിറ്റി അനന്തതയിലാണ് വെക്കുന്നത്. അപ്പൊ താഴ്ഭാഗത്ത് എവിടെയാണ് 1 വരുന്നത് നോക്കുക. ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക, ഇമേജ് അഥവാ പ്രതിബിംബം ഉണ്ടാവുക. അപ്പൊ ഇൻഫിനിറ്റി അനന്തതയിൽ വെച്ച് കഴിഞ്ഞാൽ എഫിൽ ഉണ്ടാകും. അടുത്ത പൊസിഷൻ എവിടാ, ബിയോണ്ട് സി, സിക്കപ്പുറം. അപ്പൊ ഇവിടെ എവിടെ 2 വരുന്നത് നോക്കുക. എവിടെ 2 ഉള്ളത്, സിന്റെ എഫിന്റെ ഇടയിൽ. അതായത് നിങ്ങൾ ബിയോണ്ട് സി വെച്ച് കഴിഞ്ഞാൽ സി ആൻഡ് എഫിന്റെ ഇടയിൽ കിട്ടും. ഇനി അടുത്തത് 3 എന്ന് പറഞ്ഞാൽ സിയിലാണ്, അപ്പൊ ഇവിടെ എന്തെങ്കിലും കിട്ടുന്നുണ്ട്, താഴെ സിയിൽ തന്നെയാണ് വരിക. ഇനി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്റെ എഫിന്റെ ഇടയിലാണ് നിങ്ങൾ എന്ത് വെക്കുന്നത്, ഒബ്ജക്റ്റ് വസ്തുവിനെ വെക്കുന്നത്. അപ്പൊ താഴെയുള്ള 4 എവിടെയാ നോക്കുക, എവിടെയാ, ബിയോണ്ട് സി. അപ്പൊ നിങ്ങളുടെ ഇമേജ് പ്രതിബിംബം എവിടെയാ കിട്ടുക, ബിയോണ്ട് സി. റെഡി. ഇനി എവിടെ 5 എവിടെ വരുന്നത് നോക്കിക്കേ, എഫിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ദാ ഇൻഫിനിറ്റി. ക്ലിയർ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, പൊസിഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ വരെ ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ സെയിം ആണ്, ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞ് പിന്നെ സെയിം സൈസ് ആയി, പിന്നെ അങ്ങോട്ട് കൂടി വലിപ്പം കൂടി വരും. ഓക്കെ, റെഡി. ഇങ്ങനെയാണ് നമ്മളുടെ ഇമേജ് ഫോർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒന്ന് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ട്രിക്ക് ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമേജ് ഫോർമേഷൻ കറക്റ്റ് പക്കായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും.